ജോസഫ് ആന്റണി നമ്മോടൊപ്പം വിദേശകാര്യ വിദഗ്ധൻ ടെലിഫോൺ ലൈനിലുണ്ട്. ജോസഫ് ആന്റണി, ഇതിപ്പോൾ അസാധാരണമായ സാഹചര്യങ്ങളാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ തനിക്ക് വൈരാഗ്യമുള്ള രാജ്യങ്ങൾക്കെതിരെ ട്രംപ് പ്രയോഗിക്കുന്ന ഒരു മരുന്നായിരുന്നു ഈ തീരുവ യുദ്ധം എന്നുള്ളത്. അതിന് വലിയ തിരിച്ചടി രാജ്യത്തിനുള്ളിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നിർണായകമാണ്? ശ്രീ രഞ്ജിത്ത് പറഞ്ഞ വാക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം അസാധാരണമായ സാഹചര്യമാണ് അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നത്. അസാധാരണമായ സാഹചര്യം അമേരിക്കയിലും ലോകത്തും ഉണ്ടാകും. കാരണം അമേരിക്ക ഇപ്പൊ ഭരിക്കുന്നത് ഒരു അസാധാരണക്കാരനായിട്ടുള്ള പ്രസിഡന്റാണ്, സാധാരണക്കാരനായിട്ടുള്ള പ്രസിഡന്റാണ്. നമുക്ക് സാധാരണഗതിയിൽ ഞങ്ങൾ പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ പറയുന്നത് കാറ്റഗറൈസ് ചെയ്യും ഭരണാധികാരികളെ. അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഡെമോക്രാറ്റ്സ് എന്നും പോപ്പുലിസ്റ്റ് എന്നും നമ്മൾ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. ഈ ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരി ഒരു പോപ്പുലിസ്റ്റ് ഭരണാധികാരിയാണ്. പോപ്പുലിസ്റ്റ് ഭരണാധികാരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായി ഇവർ തെരഞ്ഞെടുക്കപ്പെടുമെങ്കിലും ഇവർക്ക് ജനാധിപത്യത്തോട് ഒട്ടും തന്നെ ബഹുമാനമില്ല, അവർക്ക് ഭരണഘടനയോട് ബഹുമാനമില്ല, അവർക്ക് എക്സിക്യൂട്ടീവിനോട് ബഹുമാനമില്ല, ലെജിസ്ലേച്ചർ കോൺഗ്രസിനോട് ബഹുമാനമില്ല, ജുഡീഷ്യറിയോട് ബഹുമാനമില്ല. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോളിസി എന്ന് പറയുന്നത് റൂൾ ബൈ ഡിഗ്രി. അതായത് ഓരോ ദിവസവും ചക്രവർത്തിമാരും അല്ലെങ്കിൽ വലിയ ഭരണാധികാരികളും ശക്തരായിട്ടുള്ള ഏകാധിപതിയായിട്ടുള്ള ഭരണാധികാരികളും ഈ ഉത്തരവുകളിലൂടെ, അതായത് ഉത്തരവ് പുറപ്പെടുവിക്കുക, ഭരിക്കുക, ഇങ്ങനെയുള്ള ഇതിനെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന ഒരു നിലപാടാണ് അവർക്കുള്ളത്. നമുക്കറിയാം, അദ്ദേഹം കഴിഞ്ഞ ആദ്യത്തെ ടേം കഴിഞ്ഞ് തോറ്റു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ വിധി പോലും അംഗീകരിക്കാൻ തയ്യാറായില്ല. കാരണം അദ്ദേഹം ഡെമോക്രസിയിൽ വിശ്വസിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ കോടതി ഉത്തരവ് വന്ന് ജഡ്ജിമാരെ എന്തൊക്കെയാ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇവർ അൺപാട്രിയോട്ടിക് ആണ്, അതായത് ദേശസ്നേഹം ഇല്ലാത്തവരാണ് എന്നാണ് ഒന്നാമത്തെ പ്രതികരണം. പിന്നെ എല്ലാ തരത്തിലുള്ള മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുക എന്ന് മാത്രമല്ല ഇവരുടെ ഫാമിലിയുടെ ജീവിതം വരെ കുഴപ്പത്തിലാകുമെന്നുള്ള തരത്തിലുള്ള സൂചന നൽകി. എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയായിട്ടുള്ള എനിക്കെതിരെ ആര് നിന്നാലും അവരെല്ലാം രാജ്യത്തിനെതിരാണ്, അവരെല്ലാം അപകടകാരികളാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് ഈ പോപ്പുലിസ്റ്റ് നേതാക്കന്മാർ കൊണ്ടുപോകും. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പൊ ഈ കോടതി വിധിയോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം. നമുക്കറിയാം, അമേരിക്ക എന്ന് പറയുന്ന ആ രാജ്യം ഈ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായി കരുതപ്പെടുന്ന രാജ്യമാണ്. അതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അവിടെ പ്രയോഗിക്കുന്ന ഈ സെപ്പറേഷൻ ഓഫ് പവേഴ്സും ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറയുന്ന കാര്യമാണ്. അധികാര വിഭജനവും ആ അധികാര വിഭജനം നടത്തിയതിനു ശേഷം ഈ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിയും അവരുടെ അധികാരം അമിതമായി ഉപയോഗിക്കാതിരിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ചില തടസ്സങ്ങളുമാണ്. അപ്പൊ അത് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഈ അധികാരം എന്ന് പറയുന്നത് അമേരിക്കയുടെ കോൺട്രിബ്യൂഷനാണ് ലോകത്തിന്. അപ്പൊ ജുഡീഷ്യൽ റിവ്യൂ അധികാരം എന്താണ്? അതായത് അമേരിക്കയുടെ ഭരണാധികാരി എക്സിക്യൂട്ടീവായിട്ട് ആണെങ്കിലും ലെജിസ്ലേച്ചർ ആയിട്ടാണെങ്കിലും അവർ നടത്തുന്ന നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അവ പരിശോധിക്കുകയും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇത് തെറ്റാണ്, ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാൻ അൾട്രാ വൈറസ് എന്ന് പറയാനുള്ള അധികാരം കോടതിക്കുണ്ട്. ആ കോടതി വിധി മാത്രമാണ് അവരിപ്പോ ആ ഒരു ഉത്തരവാദിത്തം മാത്രമാണ് വാസ്തവത്തിൽ ജുഡീഷ്യൽ നിർവഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഇവിടെ സജീവൻ ആന്റണി പറഞ്ഞതുപോലെ, അതായത് ഈ ഭൂരിപക്ഷം ഈ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയോട് അനുഭാവം പുലർത്തുന്ന ജഡ്ജിമാരാണ് അവിടെ ഉള്ളത്. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്ന ആളുകൾ, അങ്ങനെ ഉണ്ടായിരുന്നിട്ട് പോലും അവർക്ക് ഈ ഇദ്ദേഹത്തിന്റെ ഭരണഘടനാ വിരുദ്ധമായ നടപടിയെ ന്യായീകരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ അനുയായികളായിട്ടുള്ള രണ്ടുപേർ അപ്പുറത്ത് പോയിട്ട്, അതായത് ഭരണഘടനയാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ എല്ലാവരും പറയും ഈ ഭരണഘടന ഉള്ള രാജ്യങ്ങളിലെല്ലാം നമ്മൾ പറയും കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ഭരണഘടനയാണ് രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ. ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് ആർക്കും ഭരിക്കാൻ കഴിയും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ അസാധാരണക്കാരനായിട്ടുള്ള ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഭരണഘടനയിലോ ജുഡീഷ്യറിയിലോ പാർലമെന്റിലോ ഒന്നും വിശ്വാസമില്ലാത്ത ഒരാള് എല്ലാ അധികാരങ്ങളും എന്നിലേക്ക് കേന്ദ്രീകരിക്കുക. കാരണം ബാക്കിയുള്ളവരെല്ലാം കുഴപ്പക്കാരാണ്. അതായത് കോൺഗ്രസ് കുഴപ്പമാണ്, ജുഡീഷ്യറി കുഴപ്പമാണ്, ബ്യൂറോക്രസി കുഴപ്പമാണ്, ബാക്കിയുള്ള പാർട്ടികൾ മുഴുവൻ കുഴപ്പമാണ്, റിപ്പബ്ലിക്കൻ പാർട്ടി ഒരു കുഴപ്പമാണെന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം. അപ്പൊ ഞാൻ മാത്രമാണ് ശരി, അപ്പൊ അതുകൊണ്ട് എനിക്ക് മാത്രമേ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ്. കാരണം നമുക്കറിയാമല്ലോ, ഇപ്പൊ കോടതി പറഞ്ഞാണ്, സുപ്രീം കോടതി പറഞ്ഞാണക്ക് ഈ ഇത്തരം താരിഫുകൾ ഏർപ്പെടുത്താനുള്ള അവകാശം കോൺഗ്രസിന് മാത്രമാണ് ഭരണഘടനാപരമായി. പക്ഷെ അതിനെല്ലാം അതിലംഘിച്ചുകൊണ്ട് അദ്ദേഹം ലിബറേഷൻ ഡേ എന്ന് പറഞ്ഞിട്ട് ഏപ്രിൽ മാസം 2-ാം തീയതിയാണ് പുറപ്പെടുവിച്ചത്. നമ്മൾ കാണണം, ഏപ്രിൽ മാസം 2-ാം തീയതി അദ്ദേഹം പുറപ്പെടുവിച്ച ഈ താരിഫും പിഴച്ചുങ്കവും എല്ലാം ഇപ്പൊ 10 മാസത്തിന് ശേഷമാണ് കോടതി പരിഗണിക്കുന്നത്. ഇപ്പൊ അദ്ദേഹം ഇതിനെ അധിവർത്തിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു വി ഹാവ് ഓൾട്ടർനേറ്റീവ്, ഞങ്ങൾക്ക് ഒരുപാട് ബദലുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പൊ വീണ്ടും പുതിയ 1974ലെയും മറ്റു പല നിയമങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രാജ്യങ്ങൾക്കെതിരായിട്ട് ഈ ചുങ്കം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഐഡിയോളജി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോ ഈ
വാർത്തകളിൽ നിന്ന് വരുന്നത് ഈ കോടതി വിധി ഇങ്ങനെ പറഞ്ഞെങ്കിലും ഈ പൈസ തിരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച്, അതായത് ഏർപ്പെടുത്തിയ തുക തിരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചോ ഒന്നും കോടതി വിധി കൃത്യമായി പറയുന്നില്ല. 17,500 കോടി രൂപ, നന്ദി ശ്രീ ജോസഫ് ആന്റണി, 17,500 കോടി ഡോളറാണ് ഇതിനകം തന്നെ അമേരിക്കയുടെ ഖജനാവിലേക്ക് വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തിരിച്ചു കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യചിഹ്നം. കോടതി ഇതുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.